ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഒരു പ്രഷർ ഫൂട്ടാട്ടോ. അപ്പോൾ ഈ ഫൂട്ട് ഞാൻ കുറേ കാലം ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതിനൊരു ചെറിയ തേയ്മാനം വന്നപ്പോൾ ഞാനത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുതിയതൊന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതേപോലെ ഒരു ഫൂട്ടും അതേപോലെ അതിൻ്റെ കൂടെ നമ്മൾ അഡ്രസ്സുള്ള ഒരു പേപ്പറുമാണ് വന്നിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 പ്രഷർ ഫൂട്ട് കൊണ്ടു നടക്കുന്ന സ്ഥലത്ത് ഇത് ഒരെണ്ണം മതിയിട്ട് അത് 3ൻ്റെ വർക്ക് ഇത് ചെയ്തോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാനിതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഡ്രസ്സ് തയ്ക്കുന്നവർക്കൊക്കെ വളരെ ഈസിയാണ്. അതേപോലെ തന്നെ ബാഗിൻ്റെ ഫീൽഡാണെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു വളരെ ഉപകാരപ്പെട്ട ഒരു പ്രഷർ ഫൂട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലൊരു സ്ക്രൂ ഉണ്ടാകും. ഈ സ്ക്രൂ ആട്ടോ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു അഡ്ജസ്റ്റബിളായിട്ടാണ് നമ്മൾ ഈ സ്ക്രൂ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സ്ക്രൂവിൻ്റെ ത്രെഡ് പോകാനുള്ള സാധ്യത ഉണ്ട്. എൻ്റെ അടുത്തുള്ളതിന് ഒന്നിന് ത്രെഡിന് ചെറുതായിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ സ്ക്രൂ പതുക്കെ ലൂസായി കഴിഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ ആട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് നീക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 2 സിംഗിൾ ചവിട്ടിയും ഒരു സാധാ ചവിട്ടിയാണ്. സിംഗിൾ ചവിട്ടി മീൻസ് ഒരു 1 സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യില്ലേ, ആ ചവിട്ടിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ നിലവിലുള്ള ഈ ചവിട്ടി നമ്മൾ അയച്ച് മാറ്റിയിട്ട് നമ്മൾ ഈ ചവിട്ടി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചവിട്ടി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ വയറടിക്കുകയാണെങ്കിലും ഇപ്പോൾ തുണിയൊക്കെ അടിക്കുന്നവർക്കാണെങ്കിൽ സിംഗിൾ ചവിട്ടി യൂസ് ചെയ്തിട്ട് പലരും സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ നെയ്റ്റിൻ്റെ ഒക്കെ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഏത് വശത്തേക്കുവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാനും കഴിയും. നമ്മളെ പഴയ ചവിട്ടി ഊരി മാറ്റിയതിന് ശേഷം നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വശത്തേക്കാണോ, ഇപ്പോൾ 2 സൈഡിലേക്കാണ് വെക്കുന്നത് അതേപോലെ സെൻറ്ററിലേക്കാണെങ്കിലും ഒരു കാരണവശാലും സൂചി ഇതിൽ ടച്ച് ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ സ്ക്രൂ ടൈറ്റ് ആക്കാൻ. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിലുള്ളതാണ്, നമ്മൾ സാധാ ചവിട്ടിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ആണ് ഇതിൻ്റെ ടൈറ്റാക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കറക്റ്റ് സൂചിനെ സെൻറ്ററിലാക്കിയിട്ടാണ് ഈ സ്ക്രൂ ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നല്ല ടൈറ്റ് ആക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞാൽ ഇതിൽ സൂചി തട്ടിയിട്ട് പൊട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ സെൻറ്ററിലേക്കാണ് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 സൈഡിലേക്കും ഇതേപോലെ അത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ലൂസാക്കിയതിൻ്റെ ശേഷം ഏത് വശത്തേക്കാണ് നമുക്ക് സൂചി, ഇപ്പോൾ സിംഗിൾ ചവിട്ടിയാണെങ്കിൽ വലതുവശത്തേക്കും അതേപോലെ തന്നെ വലതുവശത്തേക്കുള്ള സിംഗിൾ ചവിട്ടിയാണെങ്കിൽ ഇടതുവശത്തേക്കും നീക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ സ്ക്രൂ നമ്മൾ നന്നായിട്ട് ടൈറ്റായി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ സെൻറ്ററിലേക്കാണ് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് ഇത് 2 വശത്തേക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ സംഭവം അടിക്കണതിനനുസരിച്ച് നമുക്ക് ചവിട്ടി മാറ്റിയിടേണ്ട ആവശ്യമില്ല. ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് വശത്തേക്കാണ് വേണ്ടത് ആ വശത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇപ്പോൾ നമ്മൾ സിബ് അടിക്കുന്ന സമയത്താണെങ്കിൽ ഇത് ഞാൻ ടൈറ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ വലതുവശത്താണ് നമ്മൾ സിംഗിൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതുപോലെ നീക്കി കൊടുത്തതിൻ്റെ ശേഷം ആ കാണുന്ന സ്ക്രൂ അങ്ങോട്ട് ടൈറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താക്കുക, ആ സിംഗിൾ ചവിട്ടി ഇടുന്ന സമയം ലാഭിക്കുക. അതേപോലെ തന്നെ ഇത് നല്ല ചവിട്ടിയൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനും ഉണ്ട് കേട്ടോ. നമുക്ക് മൂവിങ്ങിലൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇടതുവശത്തേക്കാണെങ്കിലും നമ്മൾ നന്നായിട്ടാണ് ടൈറ്റാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വശത്തേക്ക് വേണമെങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് ഓരോരോ ചവിട്ടി മാറ്റുന്ന സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും പോരായ്മ, ഡ്രസ്സ് തയ്ക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ബാഗിൻ്റെ ഒക്കെ ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, നല്ല ചവിട്ടിയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഇതിൽ അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ ഡൗട്ട്സ് വാട്സപ്പിൽ അറിയിക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.